UDF സീറ്റ് വിഭജനം പൂർത്തിയായെന്ന് ചെയർമാൻ വി ഡി സതീശൻ. ആകെയുള്ള 20 സീറ്റിൽ കോൺഗ്രസ് 16, മുസ്ലിം ലീഗ് 2, RSP, കേരള കോൺഗ്രസ് ജെ എന്നീ പാർട്ടികൾക്ക് ഓരോന്ന് വീതം എന്നിങ്ങനെയാണ് സീറ്റ് വിഭജനം. മൂന്നാം സീറ്റിന് പകരം UDFിൽ ഒഴിവുവരുന്ന രാജ്യസഭാ സീറ്റ് ലീഗിന് നൽകാനും ധാരണയായി. കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ദേശീയ നേതൃത്വം താമസിയാതെ പ്രഖ്യാപിക്കുമെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരനും അറിയിച്ചു. UDFിന്റെ സീറ്റ് ധാരണ പൂർത്തിയായെന്നും ഒഴിവുവരുന്ന രാജ്യസഭാ സീറ്റ് ലീഗിന് നൽകിയാണ് തർക്കം പരിഹരിച്ചതെന്നും UDF ചെയർമാനും പ്രതിപക്ഷ നേതാവുമായ വി ഡി സതീശൻ പറഞ്ഞു. UDFിന്റെ ഉഭയകക്ഷി ചർച്ചകൾ എല്ലാം പൂർത്തിയായി. ആ ചർച്ചകളുടെ ഭാഗമായി 16 സീറ്റിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മത്സരിക്കും. മലപ്പുറത്തും പൊന്നാനിയിലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മത്സരിക്കും. കൊല്ലത്ത് RSPയും കോട്ടയത്ത് കേരള കോൺഗ്രസ് ജോസഫ് മത്സരിക്കും. ഞങ്ങൾ മുസ്ലിം ലീഗുമായി നടത്തിയ ചർച്ചയിൽ മൂന്നാമതൊരു സീറ്റ് കൂടി തരണം എന്നവർ ആവശ്യപ്പെട്ടിരുന്നു, അവർ അഭ്യർത്ഥിച്ചിരുന്നു. മൂന്നാമത് സീറ്റിന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് പൂർണ്ണമായ അർഹത ഉണ്ട് എന്ന് തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ വിലയിരുത്തൽ. എന്നാൽ ഇന്നത്തെ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ പുതിയൊരു സീറ്റ് അവർക്ക് കൊടുക്കാനുള്ള പ്രായോഗികമായ ഞങ്ങളുടെ പ്രയാസങ്ങൾ ഞങ്ങൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. KPCC അധ്യക്ഷൻ ഇത്തവണ മത്സരിക്കുമോ എന്ന ചോദ്യത്തിനും കെ സുധാകരന് പകരം സതീശനാണ് മറുപടി പറഞ്ഞത്. ഇതൊക്കെ അടിസ്ഥാനരഹിതമായ വാർത്തകളാണ്. KPCC പ്രസിഡന്റിന് മത്സരിക്കണമോ വേണ്ടയോ എന്ന് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള പ്രയാസമല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം KPCC പ്രസിഡന്റ് സ്ഥാനവും ഇതും കൂടി ഒരുമിച്ച് കൊണ്ടുവരുമ്പോൾ ആ ജോലി തിരക്കാണ് അദ്ദേഹം പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അത് പാർട്ടി അതിനെക്കുറിച്ച് ആലോചിച്ച് തീരുമാനമെടുക്കും. കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ദേശീയ നേതൃത്വം താമസിയാതെ പ്രഖ്യാപിക്കുമെന്നും ഇരുവരും അറിയിച്ചു. TP കേസിൽ നീതി ലഭിക്കും വരെ കോൺഗ്രസ് പോരാടുമെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരനും പറഞ്ഞു. TP ചന്ദ്രശേഖരൻ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവരും അതിൽ നേരിട്ട് പങ്കുള്ളവരും ശിക്ഷിക്കപ്പെട്ടെങ്കിലും ഗൂഢാലോചന നടത്തിയവർ ഇപ്പോഴും നിയമത്തിന് പുറത്താണ്. TP വധക്കേസിലെ ഗൂഢാലോചന കേസിൽ നീതി കിട്ടുന്നതുവരെ ഞങ്ങളും പോരാടും. കോൺഗ്രസ് സമരാഗ്നിയുടെ ഭാഗമായി നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. ജനം, തിരുവനന്തപുരം.